ഇവിടെ തന്നെയുള്ള പണത്തെ നിങ്ങൾക്ക് മൂലധനമാക്കി മാറ്റാൻ കഴിയുമോ? ഇതാണ് കേരളത്തിൽ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഭാഗം. കേരളത്തിന്റെ മൊത്തം SGDP-യുടെ സ്റ്റേറ്റ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിന്റെ 1/4 റെമിറ്റൻസസ് ആണ് മലയാളികളുടെ പുറത്തുനിന്ന്. ഇതെവിടെ പോകുന്നു? ബാങ്ക് ഡെപ്പോസിറ്റ് ആയി കിടക്കുന്നു, അല്ലെങ്കിൽ കെട്ടിടത്തിൽ പോകുന്നു, അല്ലെങ്കിൽ ഒരു നിശ്ചല പണമായിട്ട് തന്നെ നിൽക്കുകയാണ്. ആകെ ജനറേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ പലിശ ഉണ്ടാവും, ഇത് മാത്രമേ ജനറേറ്റ് ചെയ്യുന്നുള്ളൂ. ഇത് ക്യാപിറ്റലായിട്ട് ട്രാൻസ്ഫോം ചെയ്താലോ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ജനറേറ്റ് ചെയ്യുന്നു, ആളുകളുടെ വാങ്ങൽ ശേഷി വർദ്ധിക്കുന്നു, കമ്പോളം ചലിക്കുന്നു, സമ്പദ്ഘടന ചലനാത്മകമാകുന്നു. ഇത് ഗവൺമെന്റ് റവന്യൂവിൽ പ്രതിഫലിക്കുന്നു. ഇത് ചിലപ്പോൾ ഒരു സ്ത്രീയുടെ കഴുത്തിൽ കിടന്ന മാലയായിരിക്കും. ഞാൻ നേരത്തെ പറയാറുണ്ട്, 2-3 സ്ത്രീകൾ ചേർന്ന് സംരംഭം തുടങ്ങുന്നു, അവർ മാല പണയം വെച്ചിട്ട് ഈ ഗോൾഡ് ക്യാപിറ്റലായി, അല്ലെങ്കിൽ ബാങ്ക് ഡെപ്പോസിറ്റ് ആയിരിക്കും, ഇത് ട്രാൻസ്ഫോംഡ് ആസ് എ ക്യാപിറ്റൽ. ചിലപ്പോൾ കൈവായ്പയായിരിക്കും, അത് ക്യാപിറ്റലായി. ഇത് പുറത്തുനിന്നല്ല, ഇവിടെ ഉള്ള ഇതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട മറ്റൊരു സിഗ്നിഫിക്കന്റ് ഫീച്ചർ. നമ്മുടെ ഇവിടെ ഉള്ളത് തന്നെ മൂലധനമായി മാറുന്നു, സംരംഭകത്വം ശക്തിപ്പെടുന്നു, സംരംഭക മനോഭാവം സമൂഹത്തിൽ വ്യാപിക്കുന്നു. ഇതാണ് ഈ പദ്ധതിയുടെ പ്രത്യേകത. ഇത് തന്നെയാണ് മിഷൻ 1000-ലേക്കും നമ്മൾ വരുമ്പോൾ ഈ രൂപത്തിലുള്ള ഒരു വളർച്ച ഉണ്ടാകുന്നു. 1000 ഇൻഡസ്ട്രികൾ. എന്നാൽ ഇത് മാത്രമല്ല, വലിയ ഇൻഡസ്ട്രികൾ. ഇപ്പൊ സിംപ്ലിഫിക്കേഷൻ എങ്ങനെയാണ്? ഞങ്ങളുടെ ഗവൺമെന്റ് തൊഴിൽ നിയമങ്ങളും തൊട്ടിട്ടില്ല, പുതിയ വലിയ നിയമങ്ങൾ, ചെറിയ ചെറിയ ഭേദഗതിയില്ല, ഉള്ളത് നോക്കി. ഇപ്പൊ പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്ക് പോളിസി ഞാൻ കൊണ്ടുവന്നതല്ല, ഇവിടെ ഉണ്ടായിരുന്നതാണ്. പക്ഷെ ആരും വന്നില്ല. എന്തുകൊണ്ട് വന്നില്ല? അപ്പൊ നോക്കിയപ്പോൾ 15 ഏക്കറിൽ കൂടുതലുള്ള ആൾക്ക് അപേക്ഷിക്കാൻ പറ്റുള്ളൂ. 15 ഏക്കറിൽ കൂടുതൽ കൈവശം വെക്കണമെങ്കിൽ എക്സംഷൻ വാങ്ങിക്കണം. അത് ഒരു സങ്കീർണ പ്രക്രിയയാണ്. നമ്മളത് കുറച്ചു, 10 ഏക്കറിൽ കൂടുതലായി. ഇപ്പൊ 31 കൊടുത്തു. ഈ സമ്മിറ്റിന് മുമ്പ് 50 ടാർഗറ്റ് ചെയ്യുന്നത്. 50 പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്ക് വന്നു കേരളം. ഇപ്പൊ ചിലർ പറയുന്നത് ഇവിടെ വ്യവസായത്തിന് മെച്ചപ്പെട്ട അന്തരീക്ഷം ഉണ്ടോ എന്ന് ഞങ്ങൾക്ക് അഭിപ്രായം ഇല്ല എന്ന് ആധികാരികമായി പറയുമ്പോൾ, ഈ പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്ക് 31 ഇപ്പൊ 50-ലേക്ക് എത്തുന്നു. ചിലതൊക്കെ വിസ്മയകരമായ പ്രൊഡക്റ്റുകളാണ് അതിനകത്തൊക്കെ വരുന്നത്. പിന്നെ ഇൻക്ലൂസീവ്നെസിന്റെ ഒരു പ്രത്യേകത എല്ലായിടത്തും വരുന്നുള്ളതാണ്. ഇപ്പൊ കേരളത്തിൽ വേറൊരു വൈര്യം വരുന്നുണ്ട്. നേരത്തെ ജാതി മതമൊക്കെ കൂടിക്കൊണ്ടിരുന്നു. ഇപ്പൊ കൊച്ചിയുടെ ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്ത സോഷ്യൽ മീഡിയയിൽ അപ്പോൾ തുടങ്ങും, കൊച്ചി മാത്രം മതിയോ, കൊച്ചിയുടെ മന്ത്രിയാണോ? ഇനി തിരുവനന്തപുരത്ത് പോയാലോ, ഇത് തിരുവനന്തപുരത്തേക്ക് മാത്രമാണോ? കോഴിക്കോട് ഇവിടെ ഇല്ലേ? കോഴിക്കോട് തുടങ്ങിയാലോ, അപ്പൊ അടുത്ത് തുടങ്ങും. യഥാർത്ഥത്തിൽ ഇത് നല്ലതാ. കാരണം ഈ പ്രവണത നല്ലതല്ലെങ്കിലും എല്ലായിടത്തും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, മറ്റിടത്തെങ്കിലും ഒരു സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അത്രത്തോളം കൊള്ളാം ഈ ഇൻക്ലൂസീവ്നെസ്. ഇപ്പോൾ ഇവിടെ ഈ അടുത്ത ആഴ്ച ഞാൻ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ആലങ്ങാട് ഡൈനാമിറ്റോ എന്ന് പറഞ്ഞ ഇറ്റാലിയൻ കമ്പനിയാണ്. അവരാണ് ജാക്കി ചാന്റെ സിനിമയുടെ ഒക്കെ. നമുക്കിപ്പോ ഇവിടെ നിൽക്കണ്ട, എവിടെ നിന്നും പ്രസംഗിക്കാം, 3D-ലൊക്കെ ഇങ്ങനെ കാണാം. പുതിയ സംവിധാനമാണ്. അവര് അവിടെ കെട്ടിടമൊക്കെ എടുത്തതിന് ശേഷം ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ ഈ MLA ഓഫീസ്, നമ്മൾ രാജേഷൊക്കെ നമ്മുടെ നാട്ടുകാരനായതുകൊണ്ട് അറിയാം, അവിടെ മണ്ഡലത്തിലെ ആളുകൾ കാണുന്ന ഒരു ദിവസമൊക്കെയാണ് ഞായറാഴ്ച. അപ്പൊ ആ കൂട്ടത്തിൽ ഇവർ വന്നേക്കാണ്. ഞാൻ നോക്കും, മണ്ഡലത്തിന്റെ കൂട്ടത്തിൽ കോട്ടൺ സ്യൂട്ടൊക്കെ ഇട്ടിട്ട് കുറച്ച് ആൾ നിൽക്കുന്നത്. അപ്പൊ ഇവർ ഇറ്റലിയിൽ നിന്ന് വന്നേക്കാണ്. അവര് സ്ഥലം ഇന്ത്യയിലാകെ കൺസൾട്ടൻസ് വെച്ചിട്ട് ഈ സ്ഥലം കണ്ടെത്തി. എന്നിട്ട് അവരോട് തുടങ്ങി ഈ കെട്ടിട നിർമ്മാണം തുടങ്ങി. ഉദ്ഘാടനത്തിൽ ഇവരാണ്. ഇപ്പൊ ശ്രീധർ വെമ്പുവിന്റെ സോഹ കോർപ്പറേഷൻ, അവര് കൊല്ലത്ത് നെടുവത്തൂർ വില്ലേജിന്റെ ഒരു ഗ്രാമമാണ് അവർ കണ്ടെത്തിയത്. അങ്ങനെ കണ്ടെത്തുമ്പോൾ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇപ്പൊ സോഹ കോർപ്പറേഷൻ തുടങ്ങിയാൽ ചുറ്റും മറ്റുള്ളവർ അറിയാതെ വരും. ഇവിടെ ഡൈനാമിറ്റ് തുടങ്ങിയാൽ ചുറ്റും മറ്റുള്ളവർ അറിയാതെ വരും. ലൈക്ക് ആൻ ആങ്കർ ഇൻഡസ്ട്രി. ഇവരിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. കാസർഗോഡ് ഒരു ദിവസം ഞാൻ 13 കമ്പനി ഉദ്ഘാടനം ചെയ്തു, ഒറ്റ ദിവസം, ഒരു 1.5 വർഷം മുമ്പ്. ഈ വർഷം പോയി 7 ഉദ്ഘാടനം ചെയ്തു, 6 കല്ലിട്ടു. അതിൽ ഒരെണ്ണത്തിന്റെ ഉദ്ഘാടനം വരാൻ പോകണുള്ളൂ. നിങ്ങൾ വന്ദേ ഭാരതിൽ ഇനി കയറുമ്പോൾ അതിന്റെ ഫ്ലോറിങ്ങും ഡോറും കാസർഗോഡ് എന്നാണ് പറയുന്നത്, മെയ്ഡ് ഇൻ കാസർഗോഡ്. കാസർഗോഡിന്റെ മഞ്ചേശ്വരാണ്. അവിടുത്തെ MLA ശ്രീ അഷ്റഫ് എന്ന് പറഞ്ഞത് ഇങ്ങനെ കാട് പിടിച്ച് എത്രയോ കാലമായി കിടന്നു, ഇപ്പൊ ഫുള്ളായി. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ണൂർ ഉദ്ഘാടനം ചെയ്ത് ഈ 12 ഏക്കറിൽ നല്ല 100 കോടിക്ക് മുകളിൽ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഒരു കമ്പനിയാണ്. മരം കഷ്ണം ഇടുമ്പോൾ 1 മണിക്കൂർ കഴിയുമ്പോൾ പാർട്ടീഷൻ ബോർഡ് പുറത്തു വരും. ജർമ്മൻ ടെക്നോളജി, പൊടിയൊന്നുമില്ല. ഞാൻ ആദ്യം ഞങ്ങളെ മീറ്റ് ഇൻവെസ്റ്റർ വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു കണ്ണൂർ പോയി നോക്കാൻ പോകും, KSIDC ആണ്. പിറ്റേന്റെ പിറ്റൂസ് ഇയാൾ കൂടി തിരിച്ചു വന്നു, സാർ അത് ശരിയാവില്ല. നല്ല ലാൻഡ് അല്ലേ? അയ്യോ, അവിടെ മൊത്തം കുറുക്കുന്നതൊക്കെയാണ്, ഒരു വ്യവസായം ഒന്നുമില്ല, അവിടെ അടുക്കാൻ പറ്റില്ല. ആകെ ഉണ്ടായിരുന്നത് റെപ്കോം പിന്നെ കാംകോയായിരുന്നു.